ബ്രാഹ്മണർക്ക് ദേശാധികാരി നേർവീഴ്ത്തിക്കൊടുത്ത ഇടമാണ് മംഗലമായത്. ആര്യന്മാരുടെ വരവോടുകൂടി നദീതട പ്രദേശങ്ങൾ കാർഷിക സംസ്കൃതി കൊണ്ടും ആരാധനാ വൈശിഷ്ട്യം കൊണ്ടും സമ്പുഷ്ടമായി. പ്രമുഖ ബ്രാഹ്മണ കുടുംബങ്ങൾ പല സങ്കേതങ്ങളിലായി വാസമുറപ്പിച്ചു. അതിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനത്രേ ഓർക്കുളത്ത് ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ആരാധനാമൂർത്തിയായ നിലമംഗലത്തമ്മ താമരയിൽ പൊടിച്ച് പ്രത്യക്ഷയായെന്നും ദേവത തന്റെ ചൈതന്യ പ്രകാശം കൊണ്ട് ആഴിനേക്ക് തുരുത്താക്കിയ ഇടമാണത്രേ തുരുത്തിയായത് എന്നും മുഖ്യ പുരാവൃത്തങ്ങളിൽ പറയുന്നുണ്ട്. കാലാന്തരത്തിൽ ദേവിയെ ഉപാസിക്കാൻ പരമസ്വാത്വികനായ നെല്ലിക്കത്തീയനെ ഏൽപ്പിച്ചു. ശ്രീകോവിലിൽ ആരാധന നിർവഹിക്കാൻ തടസ്സം നേരിട്ടപ്പോൾ മകനായ ഒള്ളോട്ടത്തീയന്റെ സഹായത്തോടെ ശ്രീലകം തുറന്ന് ദേവിയെ ആരാധിച്ചു പോന്നു. ശേഷം ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഈ ദേശം വിട്ടെന്നുമാണ് കഥ. നെല്ലിക്കാത്തീയനിൽ നിന്നും ഒള്ളോട്ടത്തീയനിലൂടെ പടർന്ന് വ്യാപരിച്ച ആ ആരാധനാ പൈതൃകത്തിന്റെ തുടർച്ചയാണ് ഇന്നും ശ്രീ നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തമാനസങ്ങളുടെ മനം നിറയുന്ന അനുഷ്ഠാന ആരാധനയായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്.